ചില ദൈവിക ആലോചനകൾ നമ്മെ വല്ലാതെ എക്സൈറ്റഡ് ആക്കാറുണ്ട്. അവിധത്തിൽ നിങ്ങൾ എക്സൈറ്റഡ് ആകുന്ന ആ ആലോചന ഞാൻ എക്സൈറ്റഡായി ദൈവസന്നിധിയിൽ നിന്ന് കഴിഞ്ഞ രാത്രി കേട്ടു. ആ എക്സൈറ്റഡ് എന്ന ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ, ആശ്ചര്യം എന്ന അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ആരോടാണ് ഈ ആലോചന എന്ന് ആദ്യമേ പറയാം. നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചിലരോടാണ് അവരെ എക്സൈറ്റഡ് ആക്കുന്ന ആലോചനയുള്ളത്. നിരന്തരമായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന അതേ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ മക്കളെ, നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞതിങ്ങനെയാണ്: ഈ ദിവസങ്ങളിൽ നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, നിങ്ങളെ അറിയുന്നവരുടെ മധ്യത്തിൽ വലിയ തർക്കമുണ്ടാകുവാൻ പോകുന്നു. ഓർക്കുക, വലിയ തർക്കം ഉണ്ടാകുവാൻ പോകുന്നു. അല്ലെങ്കിൽ ദൈവം വലിയ തർക്കമുണ്ടാക്കുവാൻ പോകുന്നു എന്ന് അർത്ഥം. അതെങ്ങനെ എന്ന് ചോദിക്കുവാൻ വരട്ടെ. പ്രാർത്ഥനയോടൊപ്പം വന്നാട്ടെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രൈസ് ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം വാക്യത്തിലൂടെ നമ്മൾ ഈ ദൂത് വ്യക്തമായി കേൾക്കും, ഏറ്റെടുക്കും, പ്രാർത്ഥിക്കും. ആ തർക്കത്തിന് മധ്യത്തിൽ തല നിവർത്തി നിൽക്കും. അവരുടെ തർക്കത്തിന് മധ്യത്തിൽ തല നിവർത്തി നിൽക്കും. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെ ഉള്ളവൻ എന്നു മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ആമേൻ. നോക്കൂ, 3 വിഭാഗത്തിൻ്റെ സംസാരം അവിടെ കാണുവാൻ കഴിയും. ഒന്നാമത്തെ വിഭാഗം പറയുന്നു, അവൻ തന്നെയാണ്. അതെ, എൻ്റെ മക്കളെക്കുറിച്ച് ഒരു കൂട്ടം പറയുവാൻ പോകുന്നു. അതെ, ആ ചെറുക്കൻ തന്നെയാണ്, അവളുടെ മകൻ, അവൻ്റെ മകൻ, അവൻ തന്നെയാണ്. അവൻ ആ നിലയിലെത്തി, അവൻ്റെ പഠനത്തിന് പൂർത്തീകരണമുണ്ടായി, അവൻ ആ മോശം കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വന്നു, അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അതേ മാതാവേ, നിൻ്റെ മക്കളെക്കുറിച്ച്, നിൻ്റെ മകളെക്കുറിച്ച് പറയുവാൻ പോകുന്നു. അവൾ ഇപ്പോൾ ഒറ്റയ്ക്കല്ല വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അവൾക്കൊപ്പം അവളുടെ ഭർത്താവുണ്ട്. ദൂതാണേ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഒരു കൂട്ടം പറയുവാൻ പോകുക. അതെ, നിൻ്റെ മകൾ തന്നെ അവളുടെ ഭർത്താവിനൊപ്പം, അത് തന്നെ അവളുടെ ഭർത്താവിനൊപ്പം. പ്രിയമാതാവേ, ആ വാക്ക് നീ കേൾക്കുവാൻ പോകുന്നു. നീ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നു. തീർന്നില്ല, അപ്പുറത്ത് തർക്കമുണ്ടാകുവാൻ പോകുന്നു. ഇല്ല, തർക്കത്തിന് കാരണം എന്താ? അവർക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ മകളുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധി ഒരിക്കലും അവളുടെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കത്തില്ല. സഹോദരി, നിന്നെക്കുറിച്ച് തന്നെ, നീ നിൻ്റെ ഭർത്താവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. അതവർ അറിഞ്ഞതാണ്. നിനക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബോധ്യമുള്ള കാര്യമാണെന്നാൽ അതേ തർക്കം തുടങ്ങുക. അല്ല, അവളുടെ ഭർത്താവല്ല, അവളല്ല. നീ ഇനി ഒരുമിച്ച് കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നത് കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചുറപ്പിച്ചവർ ആശ്ചര്യപ്പെടും വിധത്തിൽ എൻ്റെ കർത്താവ് നിന്നെയും നിൻ്റെ ഭർത്താവിനെയും ചേർത്ത് നിർത്തുവാൻ പോകുക. റാത്തലമാശകനെ പണിയപ്പെടുന്ന നിൻ്റെ ജീവിതത്തെ തുടർന്ന് ദേശത്തിൽ തർക്കം ഉടലെടുക്കുവാൻ പോകുക. അതിന് മധ്യത്തിൽ നിന്ന് നീ പറയുവാൻ പോകുക, അതെ, ഞങ്ങളെ പിന്നെയും ഞങ്ങളുടെ ദൈവം ഒന്നിപ്പിച്ചു, നിന്നെയും നിൻ്റെ ഭാര്യയെയും. സഹോദര, നിങ്ങളെ പിന്നെയും ദൈവം ഒന്നിപ്പിച്ചു എന്ന സാക്ഷ്യം നീ പറയുവാൻ പോകുന്നു. മക്കളെ, നിങ്ങൾ ആ സാക്ഷ്യം പറയുവാൻ പോകുന്നു. റെഡിയാണോ? പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ, തുടർമാനമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് ഭാരമായി, ബാധ്യതയായി, 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തലനിവർത്തി നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കപ്പെട്ടു പോയ ആരെപ്പോലെ ഇവിടെ ഈ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന സന്ദർഭം, ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ അവനെ കണ്ടു. ജന്മനാൽ കുരുടനായ ആ കുടുംബത്തിൽ നിന്ന് നല്ലതൊന്നും പുറത്തു വരത്തില്ല. അവൻ്റെ മക്കളല്ലേ. ആ കുടുംബത്തിൽ ഇന്നാരുടെ അതൊക്കെ എവിടെ പോയാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എന്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എല്ലാം മരമണ്ടാളാം. ഒരു വേഗമില്ല. അത് ആൾക്കാരുടെ ഒരു ഉറപ്പാണ്. പക്ഷെ ചിലരൊക്കെ നോക്കുന്നുണ്ട്. അല്ല, ആമേൻ, അവനൊക്കെ രക്ഷപ്പെടും. നീ നിൻ്റെ തലമുറകൾ പറയുവാൻ പോവുകയാണ്, അത് ഞങ്ങൾ തന്നെയാണ്,
ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ഗവൺമെൻറ് ജോലിക്കാരൻ ഉണ്ടാകുന്നു. യെസ് റാത്തമാഷേഖേനെ, അത് ഞാനാണ്. നിൻ്റെ തലമുറ പറയുവാൻ പോകുക, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കൈനിറയെ സമ്പാദിക്കുന്ന, എൻ്റെ കുടുംബത്തിൽ നിന്ന് വിറ്റു തുലയ്ക്കാതെ വാങ്ങുന്നവൻ ഉണ്ടാകുവാൻ പോകുന്നു. ഓ ഷബ റിധലമാഷേഖനെ, അത് നിൻ്റെ തലമുറയാ സഹോദരി, അത് നീയാ, നിൻ്റെ കുടുംബമാ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിറ്റു തുലയ്ക്കുന്നവൻ്റെ ആമേൻ. നോക്കൂ, ആ ഇരുട്ടത്ത് കിടക്കുന്നവനാ. ഇരുട്ടാ അവൻ്റെ ജീവിതം മുഴുവൻ. നല്ലതൊന്നുമില്ല, നല്ലതൊന്നും കാണാനുമില്ല, അനുഭവിക്കാൻ വല്ലാത്തൊരവസ്ഥയല്ലേ. പണ്ടെങ്ങോ ആരൊക്കെയോ അതേ അവസ്ഥയിൽ തന്നെ. ചുറ്റുപാടുകൾ മാറി, കൂട്ടുകാർ മാറി, ബന്ധുക്കൾ മാറി, അയൽപ്പക്കക്കാർ മാറി, എല്ലാവരും മാറി. നമുക്ക് മാത്രം ഒരു മാറ്റമില്ല, ഇന്നും അങ്ങനെ തന്നെ അല്ലേ. മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിനായി കൈനീട്ടി വാടക വീടുകളും അന്വേഷിച്ച്, അതെ ഇത് വാടക വീടല്ല, സ്വന്തം വീടെന്ന് തർക്കമുടലെടുക്കുവാൻ പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. അവനൊക്കെ എന്ത് ജോലി കിട്ടാനാ? തർക്കം. നീ പറയുക, എനിക്ക് ജോലി കിട്ടി, കൈ നിറയെ സമ്പാദിക്കുന്ന, ആരുടെ മുമ്പിലും ഇനി കൈനീട്ടേണ്ടി വരാത്ത ജോലി. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ആ സത്യം റിവീൽ ചെയ്യുവാൻ പോകുക. റെഡിയാണോ? മാതാവേ, പിതാവേ, ആ സത്യം, ആ സന്തോഷ വർത്തമാനം നിങ്ങളുടെ മക്കളിൽ നിന്ന് കേൾക്കുവാൻ റെഡിയാണോ? പുറത്ത് തർക്കം ഉടലെടുക്കുക. ഓ യെസ് അമേൻ. നീ രക്ഷപ്പെടത്തില്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എഴുന്നേൽക്കത്തില്ല, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല, ഈ രോഗത്തിൽ നീ പുറത്തു വരത്തില്ല, ഇവിടെ തന്നെ ഒതുങ്ങിപ്പോകും, നിൻ്റെ ജീവിതം ഇങ്ങനെ അടുക്കളയിൽ തളച്ചിടപ്പെടും. നോ, നീ പുറത്തു വരിക. ഓ അബ്ബാ ഷേഖേനെ, എനിക്കറിയത്തില്ല അമേൻ. ഈ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ നിരന്തരമായ പ്രാർത്ഥനയിൽ ഒപ്പമുള്ളവരായിരിക്കും. ആമേൻ. അല്ലാത്തവർക്ക് ഈ ദൂത് ഏറ്റെടുക്കുവാൻ പറ്റത്തില്ല. ഈ എക്സൈറ്റ്മെൻറ്റ് ഈ ദൂത് കേട്ടപ്പോൾ മാത്രമല്ല, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവസേനയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതേ തർക്കം. ആ ചെറുക്കനാണോ? അവനാണോ? വീട്ടുകാരെല്ലാം കൂടെ തല്ലിയിറക്കി ഓട്ടിച്ചു വിട്ട അവനാണോ? ഓ, പലയിടങ്ങളിൽ, പല സ്ഥാനങ്ങളിൽ, പലരുടെ മുമ്പിൽ അവൻ്റെ വീട് അന്വേഷിച്ചാണോ പോകുന്നത്? യെസ്, യേശുവിൻ നാമത്തിൽ. ചിലരൊക്കെ നിന്നെ അന്വേഷിച്ച് വരുന്ന നിലവാരത്തിലേക്ക്, എനിക്കറിയത്തില്ല, ആരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന കൈമാറുന്നുണ്ട്. ചിലരൊക്കെ നിന്നെ അന്വേഷിച്ച് വരുന്ന നിലവാരത്തിലേക്ക് നിൻ്റെ ലൈഫ് സ്റ്റൈലിനെ എൻ്റെ കർത്താവ് ചേഞ്ച് ചെയ്യുക. ഓ ആമേൻ. പലരും പറഞ്ഞ് തർക്കിക്കും വിധത്തിൽ നിൻ്റെ ബിസിനസ്സിൽ, ആമേൻ, നിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയൊരു മുന്നേറ്റത്തെ കർത്താവ് ഒരുക്കുവാൻ പോകുക. ആമേൻ. നോക്കൂ, ഇവൻ കുരുടൻ, ഇരുട്ടത്തായിരിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നവൻ. എന്നാൽ യേശു ഇവനെ എഴുന്നേൽപ്പിച്ചു. അതെ, തുടർന്ന് അവിടെ ഒരു തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. ഓ സ്തോത്രം. ഇവന് തർക്കക്കാരോടെ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആമേൻ. ഇന്നലകളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ നിൻ്റെ നിരപരാധിത്വം പറഞ്ഞു തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവളാണ്. ഇനി നിൻ്റെ സാക്ഷ്യം പറഞ്ഞ് തെളിയിക്കുവാൻ കഴിയാതെ നീ എന്താ പറ്റുക, ഇവർ വേണമെങ്കിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ് വായടയ്ക്കുവാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെയാണ് പലപ്പോഴും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന സഹോദരി, നീ ഇവരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നിൻ്റെ സാക്ഷ്യം പകുതി നിർത്തി നീ മിണ്ടാതെ പോകാൻ പോവുകയാണ്. അவ்விധത്തിലൊരു തർക്കം ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മുഖാന്തരം. റെഡിയാണോ? ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എക്സൈറ്റഡ് ആകുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളെ എക്സൈറ്റഡ് ആക്കുവാൻ ദൈവം റെഡിയാണ്. ആമേൻ. ദേശത്തിലൊരു തർക്കം ഉണ്ടാക്കുവാൻ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയ്ക്ക് ശക്തി പകരുന്ന ശക്തിയേറിയ കൂട്ടായ്മയിലൂടെ, പ്രാപിക്കലിന് അടിസ്ഥാനമായിരിക്കുന്ന ഉപവാസത്തിലൂടെ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ചേർന്ന് നിൽക്കുക, പ്രാർത്ഥനകൾക്കൊപ്പം ചേർന്നായിരിക്കുക. എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം നൽകുന്നുണ്ട്. പ്രഭാതവന്നയിലൂടെയും ലൈവിൽ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമിലൂടെയും, അതുപോലെ നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിനു വേണ്ടി ഉപവാസം പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ക്രമീകരിക്കുവാനുള്ള അവസരവുമുണ്ട്. കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേതായൊരു വിഷയത്തിനു വേണ്ടി ആശ്ചര്യ വിഷയമായി നിങ്ങൾ മാറുവാൻ റെഡിയാണോ? പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഞായറാഴ്ച സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് രാവിലെ 10 മണി മുതൽ. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട് 11:30 മണി മുതൽ. ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ ഒരു ആശ്ചര്യമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനകളിൽ ദൈവസേനയിൽ ഉറച്ച തീരുമാനങ്ങളെടുത്തായിരിക്കുന്നവർ ഇവർ ആശ്ചര്യമായി മാറട്ടെ. അനേകർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നുപോയ ഇവരുടെ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. ഇവരുടെ ഇല്ലായ്മകളും ശൂന്യതകളും മാറിപ്പോകട്ടെ. ഇവരുടെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ ഓടിപ്പൊക്കലുകൾ കറുതി ഉണ്ടാകട്ടെ. ഇവരുടെ നിന്ദയും നിരാശയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗികൾ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും മരണത്തിൽ അവസാനിക്കുമെന്ന് ലോകം വിധി എഴുതിയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകണമേ. യേശുവപ്പാ, വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ഭയപ്പാടുകളുടെ മധ്യത്തിലായിരിക്കുന്നവർ സ്വർഗം പ്രവർത്തിക്കണമേ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. വിസ റിന്യൂ ചെയ്ത് കിട്ടട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. സ്റ്റുഡൻറ്റ് വിസകളിൽ കടന്നുപോയി ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ കഴിയാതെ മുറിക്കകങ്ങളിൽ നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ സ്വർഗം വഴി തുറക്കണമേ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തകർന്നു പോയത് ഇനി ഒരിക്കലും ചേർന്ന് വരത്തില്ല എന്ന് ലോകം വിധി എഴുതി തള്ളിയതിന് സ്വർഗം അങ്ങ് ചേർത്ത് പണിയണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നമനവും മുന്നേറ്റവും ഉണ്ടാകട്ടെ. ഉയർന്ന വിജയങ്ങളുണ്ടാകട്ടെ. ഉന്നത പഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകളുണ്ടാകട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. തലമുറകളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദീർഘനാളുകളായി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നിരിക്കും. അപ്പോൾ നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനും നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.